ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ റിപ്പയർ ചെയ്യാൻ വേണ്ടി പോകണം. ഇതാണ് ഇത് സാധാ ഒരു മിനി മോട്ടർ കണ്ടല്ലേ. നമ്മൾ 20 രൂപേൻ്റെ മിനി മോട്ടറാണ് ഈ കാണുന്നത്, കണ്ടോ. അതായത് ഇതിനൊരു കാല് പൊട്ടിപ്പോയിണ്. അതായത് മിനി മോട്ടർ വർക്ക് ചെയ്യാൻ 2 കാല് വേണ്ടേ, ഒന്ന് പ്ലസ് ഒന്ന് മൈനസ്, കണ്ടില്ല. ഇതിൻ്റെ ഒരു കാല് പൊട്ടിപ്പോയിണ്. അപ്പം നമുക്ക് ആവുന്ന റിപ്പയർ ചോദിക്കാം നമുക്ക്. അപ്പം നമുക്ക് ഇതേമാതിരി തന്നെ ഇതും ചെയ്തെടുക്കാം നമുക്ക് കേട്ടോ. അങ്ങനെ അപ്പം നമ്മൾ നേരെ കൂടി കണ്ടു നോക്കിയാൽ നമുക്ക് കേട്ടോ. അപ്പോൾ സിമ്പിളായ സംഗതിയാണിത്. സോളർ മെഷീൻ ഇല്ലാതെ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പണി ആരംഭിക്കാം നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് 2 പോയിന്റ് കാണാം. ഒന്ന് ഇവിടെ കണ്ടോ, ഈ ഒരു മടക്കിയ ഭാഗം, ഈ ഒരു മടക്കിയ ഭാഗം കണ്ടല്ലേ. ഇത് ജസ്റ്റ് പൊന്നിച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ നിർത്തി കൊടുക്കുക കേട്ടോ. ഈ ഭാഗം അതേമാതിരി തന്നെ എന്ത് ചെയ്യുക, നിർത്തി കൊടുക്കുക. കണ്ടില്ലേ. അപ്പോൾ ഇനി ഇത് ഇങ്ങനെ പോരും പുറത്തേക്ക്, കണ്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ജസ്റ്റ് ഇവിടെ നമുക്കൊന്ന് പൊക്കി എടുക്കട്ടെ. ഇതിങ്ങനെ ഇതിൽ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പൊന്തി കിട്ടുന്നത് കണ്ടോ. ആ പൊന്തി ഇങ്ങനെ സംഭവം കണ്ടില്ലേ. സൂം ചെയ്താണ് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഇത്രേ ഉള്ളൂ ഇതിൻ്റെ സംഗതി വരുന്നത്, കണ്ടോ ഇങ്ങനെ. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് വേണ്ടത് സാധാ നമ്മളെ വയറിങ്ങിന് വയറില്ലേ, അതിന് ചെറിയൊരു കഷ്ണം കോപ്പർ കഷ്ണം ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ആണോ, നമുക്ക് കട്ട് ചെയ്തെടുത്തു. കണ്ടോ, ഇത്ര മതി നമുക്ക്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് നേരെ സെൻറ്ററിലാക്കി മടക്കി കൊടുക്കുക ഇങ്ങനെ കേട്ടോ. അങ്ങനെ 2 ലെയറാക്കി മടക്കി കൊടുക്കുക. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം, അപ്പം ഇനി നമുക്ക് നമ്മളീ പൊട്ടിപ്പോകുന്ന ഭാഗം ഉണ്ടല്ലോ, ഇനി ജസ്റ്റ് നമുക്ക് ഈ പൊട്ടിക്കാലം ആദ്യം ഒന്ന് അയച്ചെടുക്കാം കേട്ടോ. ഇത് നേരെ മേലേക്ക് തള്ളി കൊടുത്താൽ അത് കിട്ടും. ബെൻഡാകാതെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. കണ്ടില്ലേ ഇങ്ങനെ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഈ പോയിന്റ്. അപ്പം ഇത് 2 അറ്റും ഒരേ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് അത് നമുക്ക് ഇത് താഴെ ജസ്റ്റ് ഒന്ന് ബെൻഡ് ആയി കൊടുക്കാം നമുക്ക് കേട്ടോ. ഇങ്ങനെ കണ്ടോ, ഒരു എല്ല് മാതിരി ചെയ്ത് കൊടുക്കുക അങ്ങനെ. എന്നിട്ട് എന്ത് ചെയ്യാ, നേരെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. കണ്ടില്ലേ. എന്നിട്ട് എന്ത് ചെയ്യാ, എന്നിട്ട് നമ്മൾ അയച്ചെടുത്തില്ലേ പൊട്ടിയ ഭാഗം, അത് ഇങ്ങനെ തന്നെ എന്ത് ചെയ്യാ വെച്ച് കൊടുക്കുക. കണ്ടില്ലേ ഇങ്ങനെ. എന്നിട്ട് ഇത് നേരെ എന്ത് ചെയ്യുക, ഈ ഭാഗം അടിക്കാട്ട് വേണ്ടത് ഇങ്ങനെ. അപ്പം ഇങ്ങനെ വെച്ച് കൊടുക്കുക. കണ്ടോ ഇങ്ങനെ കേട്ടോ. എന്നിട്ട് ഈ ഭാഗം എന്ത് ചെയ്യുക, ഒന്നുകൂടി ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി. ഇനി വയറ് സോൾഡർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മടക്കി വെച്ച് കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ ഇപ്പം കട്ട് ചെയ്യല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു മോട്ടർ, ഇതാണ് മോട്ടർ വരുന്നത്. ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് മോട്ടർ വിട്ട് കഴിയുമ്പം ഈ 2 പോയിന്റ് ഇതാ ഇതിൻ്റെ സെൻറ്റർക്ക് വരണം, ഇതിൻ്റെ ഈ കാല് വരാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ഊരി കൊടുക്കുമ്പോൾ ഇത് കണ്ടങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട്, കണ്ടില്ലേ ഇങ്ങനെ. ഓക്കെ, ഇത് അധികം പേർക്ക് അറിയാം, എന്നാലും അറിയാത്തൊരു വേണ്ടി വീട് ചെയ്ത ഞാൻ കേട്ടോ. അപ്പം അങ്ങനെ. അപ്പം ഇനി നമുക്ക് ഇതൊന്ന് മടക്കി കൊടുക്കുക. കണ്ടില്ലേ. അപ്പം എത്ര ഉള്ള മോട്ടറിന് വർക്ക്. ഇനി നമുക്കിത് വർക്ക് ചെയ്ത് നോക്കിയാലോ നമുക്ക്. പിന്നെ നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ആണല്ലേ, വർക്ക് ചെയ്യണം കേട്ടോ. ഒരു കുഴപ്പമില്ല, അടിപൊളി. ഓക്കെ, ഞാനിവിടെ ലീഫ് ഇട്ടാണെങ്കിൽ കാണിച്ചു തരാം. സംഭവം ഇത് സക്സസ് ചെയ്യണം, ഒന്നും പറയാൻ അടിപൊളിയാണ് കേട്ടോ. കണ്ണു വർക്ക് ചെയ്യണം കണ്ടോ. അപ്പം കണ്ടല്ലേ, സുഖമായിട്ട് വർക്ക് ചെയ്യണം, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ സാധാരണ ഇത് കമ്പനി കഴിഞ്ഞാൽ നേരം ഒഴിവാക്കിയാണ് പുതിയൊരു മേടിക്കുക ചെയ്യുക. അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല. ഇതൊക്കെ നമുക്ക് റിപ്പയർ തീർക്കാൻ നമുക്ക് കേട്ടോ. അപ്പോൾ അറിയാത്തൊക്കെ വേണ്ടി വീഡിയോ ചെയ്ത് ഞാൻ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കഴിക്കും, നിങ്ങളിപ്പോൾ കമൻറ്റിൽ അറിയിക്കുക. അവർ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടത് ബെല്ലൈക്കൻ ഓൺ ആക്കിയാൽ ഞാൻ ഇതേമാതിരിക്കുള്ള പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.
അപ്പോൾ ഫ്രണ്ട്സ് അടുത്തൊരു കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.